അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അവ്യക്തമൂർത്തിയാണ്. ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്. ഇനി ഒരു സന്ദർഭം പറയാം. ഇങ്ങനെ ഒരു മൂത്ത മകൻ, പിന്നെ ഉള്ളത് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് അച്ഛന് കുറച്ചൊരു പക്ഷപാതിത്വം ഉണ്ട് എന്നാണ് മൂത്തവന്റെ പക്ഷം. അച്ഛന്മാരും അമ്മമാരും സമ്മതിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ അച്ഛനമ്മമാരെ കുറിച്ച് അതേ അഭിപ്രായം ഉണ്ട് താനും. അതിലേക്ക് സ്വാമി ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ വീട്ടില് ഒരാള് വന്ന സമയത്ത് അച്ഛൻ താക്കോൽ കൂട്ടം എടുത്ത് മൂത്ത മകനെ വിളിച്ചു. ആ വിളിക്കുമ്പോ തന്നെ സപ്തനാടിയും തകർന്നു പോകും. ഇവിടെ വാ ചെന്നു. ഈ താക്കോൽ കൂട്ടം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് അലമാര തുറക്കണം, ഇതുകൊണ്ട് അതിനുള്ളിലുള്ള സേഫ് തുറക്കണം, ഇതുകൊണ്ട് അതിനകത്തുള്ള പെട്ടി തുറക്കണം, എന്നിട്ട് അതിലുള്ള സ്വർണം മുഴുവൻ എടുത്തോണ്ട് വാ. താക്കോൽ കൂട്ടം കൊടുത്തയച്ച് മകൻ അവിടെ പോയി എല്ലാം തുറന്നു, പെട്ടിയും തുറന്നു. പക്ഷെ അവൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. എന്താ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഭയം? എപ്പോഴും ഉണ്ടാവുന്ന ഭയം, ഞാൻ അവിടെ പോയാൽ കാണില്ല. പറഞ്ഞതുപോലെ തന്നെ ആൾ അവിടെ പോയി പെട്ടി തുറന്നു നോക്കി, കണ്ടില്ല. ഏതായാലും തിരിച്ചു കൂട്ടി താക്കോൽ കൂട്ടായിട്ട് വന്നു. എവിടെ? അവിടെ കണ്ടില്ല. കണ്ടില്ലേ? അതെവിടെ പോയി? ആ സത്തെ മര്യാദയ്ക്ക് നോക്കട്ടെ. കുലഭ്യം. അപ്പോഴേക്കും മോള് ഇങ്ങനെ കുണുങ്ങി എത്തി. മോളെ അതിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. അത് ഇതേ എടുത്തോണ്ട് വരുമ്പോ ഈ പയ്യൻ ഒളിഞ്ഞു നോക്കി. കൊണ്ടുവരുന്നത് മാലയാണ്, കൊണ്ടുവരുന്നത് വളയാണ്, കൊണ്ടുവരുന്നത് കമ്മലാണ്. അപ്പൊ ഈ പയ്യൻ വിചാരിക്കുകയാണ്, ഇന്നെങ്കിലും അച്ഛന് മനസ്സിലാവട്ടെ. അച്ഛൻ പറഞ്ഞത് എന്താണ്? സ്വർണം കൊണ്ടുവരാൻ. ഇതിപ്പോ കൊണ്ടുപോകണതോ? ഇന്നെങ്കിലും അച്ഛന് മനസ്സിലാവട്ടെ അവളെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം എപ്പോഴും. പക്ഷേ ഈ പയ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ അത് വാങ്ങിച്ചു. നല്ല മോള്. എന്നിട്ട് അയാളെ ഒരു നോട്ടം. കണ്ടില്ലേ? അയാൾക്ക് ഇപ്പോഴും സംഗതി മനസ്സിലായിട്ടില്ല. അയാളുടെ കൺഫ്യൂഷൻ എന്താണ്? എടുക്കാൻ പറഞ്ഞത് സ്വർണം, ഇവളും കൊണ്ടു കൊടുത്തത് വളയും മാലയൊക്കെ. ഇതിനാണ് പശ്യന്നപി നച പശ്യതി എന്ന് പറയുന്നത്. സംഗതി മനസ്സിലായോ? ആള് ശരിക്ക് വളയും മാലയും കമ്മലും ഒക്കെ കണ്ടപ്പോൾ എന്ത് കാണുന്നുണ്ട്? സ്വർണം കാണുന്നുണ്ട്. പക്ഷെ കണ്ടില്ല, അത് സ്വർണമാണെന്ന് അറിയില്ല. സംഗതി മനസ്സിലായില്ലേ? പശ്യന്നപി നച പശ്യതി. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അക്കണ്ണുകൊണ്ട് നോക്കാത്തത് കൊണ്ട് എന്നാണ് ഉത്തരം. കേട്ടില്ലേ? ഒരു ഫിസിസിസ്റ്റ് എല്ലാം എനർജിയാണ് എന്ന് പറയുന്നില്ലേ? എപ്പോഴാ അത് പറയണത്? ഈ കാണായതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് പറയണത്. റൈറ്റ്? ആ കണ്ണുകൊണ്ട് നോക്കണം എന്ന് പറയും. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വാ. ദൃഷ്ടിയെ ജ്ഞാനമയമാക്കിയിട്ട് നോക്കിയാൽ ഹരി സർവത്ര, എല്ലായിടത്തും ഹരിയെ കാണാം, ഭഗവാനെ കാണാം. ഈ ആശയം മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അവ്യക്തമൂർത്തിയാണ്. ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്.